അന്നും പോയി നോക്കിയപ്പോ ഈ കണ്ണടിച്ച് മിഷനാശുപത്രി മരുന്ന് മേടിച്ചതിന്റെ ലിസ്റ്റുകൾ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് കണ്ണടിച്ചിട്ട് യഥാർത്ഥത്തിൽ സംഘംകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കും. ഞാൻ അതാ പറഞ്ഞേ, ഞാൻ പഞ്ചിങ് ചെയ്തതിന്റെ ലിസ്റ്റ് മൊത്തം എടുക്കും. ഇത് കള്ളത്തരം, ഇത് നിസ്സാര കേസല്ലോ. കണ്ണ് പൊട്ടിച്ചു. അതിന്റെ ട്രീറ്റ്മെന്റ് എക്സ്റേ തൊട്ട് സെന്റ് ജോൺസിൽ കിടപ്പുണ്ട്. ആ സമയത്ത് അനാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ ഇടപെടാൻ പറ്റുന്നത്? ആർക്കും ഇടപെടാൻ ബുദ്ധിമുട്ടാവും. സഹോദരിമാരായതുകൊണ്ട് കുഴപ്പമില്ല. എന്തിനാ എങ്ങനെ ഇടപെടാൻ പറ്റും? ഇപ്പൊ ഇവിടെ നമ്മുടെ നിങ്ങളുടെ കുടുംബം നിങ്ങൾ രണ്ടുപേരും നാട്ടിക്കോ വിജേഷേ. എന്നെ കിട്ടത്തില്ല. വിജീഷ് നേരിട്ട് വന്ന് എന്നോട് ചോദിക്കത്തില്ല. ഫോണിൽ കൂടെ വിളിച്ച് 1000 രൂപ വേണേ പോലും എന്നോട് വിളിച്ച് ഫോണിൽ കൂടെ പറയത്തേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അനിയത്തി വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ലേ പോലും എനിക്ക് 2 സംഘമുണ്ട്, മാക്ക് സംഘമുണ്ട്, എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാൻ സംഘത്തിൽ കൂടെ ആണെങ്കിലും ഞാൻ വിളിച്ച് പറയിപ്പിക്കാം. സംഘത്തിൽ നിന്നാണ് ഈ പൈസ ഓരോ പ്രാവശ്യങ്ങളും ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുന്നു. ഈ പ്രാവശ്യം കൊടുത്ത് എൻ്റെ കൊച്ചിന് 15 പവൻ്റെ സ്വർണം കൊടുത്ത് കെട്ടിച്ചിട്ട് അതിനകത്ത് 7 പവൻ്റെ സ്വർണം കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ പൈസ മേടിച്ച് കൊടുത്തേക്കുന്നത്. എനിക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യം. ഇതിപ്പോ വിജേഷ് എന്തിന്റെ പേരിലായാലും നമ്മള് ഒരുമിച്ചുള്ള നമ്മുടെ ഒരു ജീവിതത്തിനിടയ്ക്ക് നിങ്ങൾ കുറെ കടം വാങ്ങിച്ചിട്ടുണ്ടാവും. അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ അവർക്ക് കടമെടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. നമ്മൾ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞ് തെറ്റുന്നതാണോ പ്രധാനം എന്നുള്ളതായിട്ട് ചിന്തിക്കേണ്ടത്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തുല്യമായിട്ട് നിങ്ങൾക്ക് പങ്കുണ്ട് നിങ്ങളുടെ കടം തീർക്കാൻ. ഇപ്പം ഇവര് പറഞ്ഞ 5 ലക്ഷം രൂപ, ഇപ്പം 1.5 ലക്ഷം രൂപ അവിടെ, 1 ലക്ഷം രൂപ എന്റെ സംഘത്തിൽ. 1 ലക്ഷം രൂപ പുള്ളിക്കാരൻ സംഘത്തിലാന്ന് ചോദിച്ചാൽ മതി. 50,000 രൂപ എടുത്ത് കൊടുത്താൽ ഞാനും കൂടെ കേട്ടോ. അതിന്റെ തെളിവ് സഹിതം കൊടുത്തില്ല. ചിലപ്പോ ജപ്തി ചെയ്ത് പോയാലും അത് ഇവരുടെയും കൂടെ കടം കൂടെ, പപ്പായുടെ ഒക്കെ കടം കൂടെ കൂട്ടിയായിരിക്കും. പപ്പായ 50,000 രൂപ എടുത്തു. 1.5 ലക്ഷം രൂപ ഇവരുടെ മേടിച്ചിട്ടില്ല. ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. 1.5 ലക്ഷം രൂപ ഇവരുടെ, 1.5 ലക്ഷം രൂപ സംഘത്തിൽ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ മേടിച്ചാ എന്റെ സംഘത്തിൽ 1 ലക്ഷം രൂപ. അതല്ല ചില്ലറക്കട വേറെ. ഈ 5 ലക്ഷം രൂപ ഞാൻ എവിടെ നോക്കും? നീ കൊച്ചു പ്രായമൊക്കെ ഞാൻ അതിനെ കെട്ടിക്കാൻ പോയി 5 ലക്ഷം രൂപ നീ തന്ത എന്നെ ഉണ്ടാക്കി ചോദിച്ചു ഞാൻ കടം വീടെന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കുമോ മാഡം? ഇത്ര നാളും ചുമ്മാ നടന്നില്ല. ഇനി ഉണ്ടാക്കാല്ലോ, ഇനിയും പ്രായമുണ്ട്. ശരി വിജീഷേ, അമ്മയോട് 50,000 രൂപ മേടിച്ചായിരുന്നു അഗ്രിമെന്റ് എഴുതി. എന്തോ എന്റെ അമ്മയോട് മേടിച്ചിട്ടില്ലേ? പുളിയമല വീട്ടിൽ വെച്ച് മേടിച്ചിട്ടേ ഇല്ല. എന്തോ പുളിയമലയിലെ അമ്മ സ്ഥലം വിറ്റപ്പോ മേടിച്ചിട്ടില്ലേ? മേടിച്ചിട്ടില്ലേ? ഞാൻ മേടിച്ചില്ല, മഞ്ജു മേടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ വിജേഷ് അറിയാതെ മഞ്ജു എങ്ങനെയാ മേടിച്ചത്? വിജേഷ് അറിയാതെ മഞ്ജു അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് എന്നോടും പൈസ മേടിച്ചത്. എന്നോടും അങ്ങനെ തന്നെയാണ് പൈസ. ഈ ഒരു സ്ഥലം വെച്ച് എത്ര പേരുടെ അടുത്ത് മേടിച്ചു? രണ്ടാമത്തെ ചേച്ചിയുടെ കയ്യിൽ ആദ്യം സ്ഥലം പാട്ടമായിട്ട് കൊടുത്തു. പൈസ വേണത് പിന്നെ എനിക്ക് എന്റെ പൈസ കിട്ടണം. നിങ്ങളുടെ സ്ഥലം 20 സെന്റ് സ്ഥലം നിങ്ങളുടെ പേര് വേണമെങ്കിൽ ഞാൻ എഴുതണം. എന്റെ പൈസ എനിക്ക് ഞാൻ കൂലിവേല എടുക്കുന്ന എല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവം കണ്ടോളും. കേട്ടോ, കുളിപ്പിച്ച് മേടിക്കണമെങ്കിൽ അതങ്ങ് മേടിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും അത് സത്യസന്ധി ഞങ്ങൾക്ക് തിന്നേണ്ടി ഒരു ഗതികേട് ഇല്ല. അല്ല പിന്നെ 1.5 ലക്ഷം രൂപ 50,000 രൂപ എന്ന് പറയട്ടെ എനിക്ക് ആ ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ 50,000 രൂപ സാർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും ഒരു പെൺകുട്ടിയുണ്ട്. ആ നിലയ്ക്ക് വന്നരകളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ പരസ്പരം സഹകരിച്ചും സഹിച്ചും മുൻപോട്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുക. ബാധ്യതകൾ രണ്ടുപേരും, 2 കുടുംബക്കാരും കൂടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, നമ്മുടെ 2 കുടുംബക്കാരും കൂടെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളൊന്നും വരത്തില്ല, ഞാനോ പപ്പായോ വരത്തില്ല, ഇവര് രണ്ടുപേരും പേടിക്കോളും. സാർ പൈസ അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇപ്പം ആര് വാങ്ങിച്ചാൽ, ഇപ്പം വിജേഷ് പോയി ഒരു മോഷണമോ കൊലപാതകമോ നടത്തിയാൽ ഈ ഭാര്യ അതിന് പരോക്ഷമായിട്ടെങ്കിലും ഭാഗമാക്കാവും എന്ന് പറഞ്ഞതുപോലെ അയാൾ കടമെടുത്താലും ഇവര് കടമെടുത്താലും ഇവർ രണ്ടുപേരും തന്നെ ഉത്തരവാദിത്വം. അവർക്കൊക്കെ അവരുടെ കുടുംബവും പ്രാരബ്ധങ്ങളും ഉണ്ട്. അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പം വിജേഷേ, നമ്മളിപ്പോ സംസാരിച്ചു വന്ന കാര്യങ്ങൾ എന്തുവായിരുന്നു ഇതുവരെ? നമുക്ക് ഇതുവരെ വന്ന വീഴ്ചകൾ ആരുടെ ഭാഗത്തു നിന്നാലും അവര് വാശിപ്പുറത്ത് കുറെ നിങ്ങളെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കാണും, നിങ്ങൾ മദ്യപിച്ച് അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നല്ല രീതിയിൽ ഒരു ട്രീറ്റ്മെന്റും കഴിഞ്ഞ് ആ വീട്ടിൽ ഒരുമിച്ച് താമസിച്ച ആ കുഞ്ഞിനെ അത് സന്തോഷമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അതിൻ്റെ ഒരു അന്തസ്സും അഭിമാനവും വേണം. എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ഒരു വീട്ടിലാണ്, ഞങ്ങൾ അങ്ങനെയാണ് കഴിയുന്നത്, നിങ്ങൾ അതിനെ സ്കൂളിൽ കൊണ്ടുപോകണം, ആ സ്കൂളിലെ കാര്യങ്ങളായിട്ട് ഇടപെടണം. അതൊക്കെ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു അഭിമാനമല്ലേ അത്? അതിനുള്ള കാര്യം നോക്കണം. കടത്തിന്റെ കാര്യം കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അടച്ചു തീർക്കുക.
20 സെന്റ് വസ്തു അവിടെയും കിടപ്പുണ്ട്, 17 സെന്റ് വസ്തു ഇവിടെയും കിടപ്പുണ്ട്. അതിലുള്ള കുറച്ചും ഇതിലുള്ള കുറച്ചും വിറ്റാൽ ഈ കടകൾ ഇപ്പം തൽക്കാലം മൊത്തത്തിൽ തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തീർക്ക്. ഞാൻ ഈ സംഘത്തിന്റെ 1.5 ലക്ഷം രൂപ ഞാൻ അടച്ചോളാം, ഞാൻ അത് ഏറ്റിട്ടുമുണ്ട്. ബാക്കി ഞാൻ ഈ 1.5 ലക്ഷം രൂപ മേടിക്കാത്ത പൈസ എനിക്ക് ശരി, മേടിക്കാത്തതെന്ന് പറയണ്ട, മേടിച്ചത് ഇതിന് അടച്ചിട്ടുണ്ട്. ഇനി ആ വാക്ക് ഉപയോഗിക്കണ്ട. എന്ത് തന്നെ ആയാലും ആര് എന്തിനു വേണ്ടി മേടിച്ചതായാലും ഇപ്പൊ നിങ്ങൾ ഈ സംഘത്തിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് ഈ പെണ്ണിന്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത് മാത്രം ഉത്തരവാദിയാവും. ഞാൻ അത് അടച്ചോളാം, ഞാൻ അപ്പൊ നിങ്ങൾ അത് അടയ്ക്കുന്നു, തുല്യമായിട്ട് അപ്പുറത്ത് 1.5 ലക്ഷം രൂപ അവരടയ്ക്കുന്നു. രണ്ടുപേർക്കും തുല്യമായല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടെ പപ്പാതിയിട്ട് മാസം അടയ്ക്കാൻ പറഞ്ഞത് ഇപ്പം ഇങ്ങനെ വെവ്വേറായിട്ട് അടയ്ക്കുള്ളതെന്ന് വന്നാൽ അങ്ങനെ ഇരിക്കട്ടെ. 1.5 ലക്ഷം രൂപ എടുത്തിട്ട് 2 വണ്ടി എടുത്തതാണ്. 2 വണ്ടി എടുത്തിട്ട് ഒരു വണ്ടി എന്നോട് ഓടിക്കാൻ പറഞ്ഞു. ഒരു ദിവസം കട്ടപ്പനയ്ക്ക് പോയതോടെ വണ്ടി കൊണ്ടിട്ട് ഞാൻ പോകുമായിരുന്നു. അത് മഞ്ജുവാണ് എന്നെ വണ്ടി ഓടിക്കാൻ വിളിച്ചത് പോലും. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ അതിന് വണ്ടി എടുത്തിട്ടുണ്ട്, വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം കട്ടപ്പനയ്ക്ക് കിട്ടുന്നു, പിന്നെ ഒരു ദിവസം ഞാൻ ഓടിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി കണ്ടില്ല. സ്വിച്ച് ആ വണ്ടി വിറ്റു. ആ 2 വണ്ടി ഓടിയിരുന്നെങ്കിൽ തന്നെ ഇവരെ കട അടഞ്ഞു പോയത്. അതെനിക്കറിയാവുന്നൊരു കടമാണ്. വണ്ടി ആരാ വിറ്റത്? ഇവർ രണ്ടുപേരും കൂടെ വിറ്റത്. രണ്ടുപേരും കൂടെ അല്ലല്ലോ, ഞാൻ കൊടുത്തിട്ട് അന്ന് 20 രൂപ അഡ്വാൻസ് കൊടുത്തുള്ളൂ. 11,000 എല്ലാവരും 20 രൂപ 30 രൂപ കൊടുത്തല്ലേ മേഡം വണ്ടി എടുക്കുന്നത്. അല്ലാതെ 1500 മൊത്തം പൈസ കൊടുത്തല്ലോ ഒരു ഓട്ടോ എടുക്കുന്ന 20 രൂപ 30 രൂപ കൊടുത്തല്ലേ വണ്ടി എടുക്കുന്നുള്ളൂ. അങ്ങനെ എടുത്താണല്ലോ എല്ലാവരും ഓടുന്നത്. അപ്പം മഞ്ജു പറഞ്ഞത് ആ വണ്ടി ഓടിയാൽ എൻ്റെ കടം അടയ്ക്കാം. അതായപ്പോൾ മഞ്ജു പറഞ്ഞ ഷാജാൻ അറിയാവുന്ന കടമാണ് എന്ന് പറഞ്ഞു. ആ വണ്ടി ഓടി ഞാൻ ബാങ്കിലോ കട അടച്ചോളാം മഞ്ജു പറഞ്ഞതാണ്. അത് ആ വണ്ടി വിറ്റിട്ട് 18,500 രൂപ ഇവരുടെ തറവാടിന് വേണ്ടി കൊടുക്കുന്നത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോകുന്നത്. ഒരുമിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും മെനക്കെട്ട് നിങ്ങളെ വിളിച്ച് സംസാരിച്ചു. രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരുപാട് ഞങ്ങൾ കടക്ഷോഭം ചെയ്ത ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. വീണ്ടും കാശിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായം പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി അല്ല. അതിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വേദിയുടെ ആവശ്യമില്ല. ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് എന്തിനാ കുടുംബം നാറ്റിക്കുന്നത്? നിങ്ങളുടെ മൂക്കിന്റെ താഴെ താമസിക്കുന്ന മകൻ ഈ അവസ്ഥ വരെ എത്തിക്കുമ്പോൾ അതിൽ ഇടപെടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. നിങ്ങളിതാ ഇതുപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുള്ളപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് എന്താണ് അതിങ്ങനെ കാണിക്കുന്നതെന്ന് 2 എണ്ണം കൊടുത്ത് ശരിയാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് ഇവിടം വരെ ആയതെന്ന് അവർ പറയുന്നത്. അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാൽ നമുക്ക് പറയാം, അപ്പനില്ല, ആങ്ങളമാരില്ല, പുറത്തുനിന്ന് വന്ന ആണുങ്ങൾ പാവത്തുങ്ങൾ അവരുടെ വീട്ടിൽ താമസിച്ച് കൂലിപ്പണിയും കാര്യങ്ങളും ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അവരൊന്നും പറയാൻ പറ്റത്തില്ല. അവർ സ്വതന്ത്രമായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ആദ്യമേ തന്നെ ഇത് കുഴപ്പത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അന്ന് ഇത് തീർക്കാൻ ഒരുമ്പെട്ടിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു വേദിയുടെ ആവശ്യം വരത്തില്ലായിരുന്നു എന്നേ പറയുന്നുള്ളൂ. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ ആയുസിന്റെ പകുതി ഇവർക്ക് കടന്നു. ഇനി ഒരു പെങ്കൊച്ച് വളർന്നു വരണം, അതിന് അച്ഛനും അമ്മയും വേണം, നല്ല വിദ്യാഭ്യാസം വേണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ കുഞ്ഞിന് വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് ഒരു കൂരയുടെ കീഴിൽ വരിക. ഇപ്പൊ ഒരു വാടക വീടെടുത്ത് ഇവരുടെ വീട്ടിലും വേണ്ട, നിങ്ങളുടെ വീട്ടിലും വേണ്ട, ഒരു വാടക വീടെടുത്ത് ആ കുഞ്ഞിന്റെ സ്കൂളിന്റെ അടുത്ത് താമസിക്കുക എന്ന് വെച്ചാൽ ആ വാടകയും കറണ്ട് ചാർജും ചെലവും എല്ലാം കൂടെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടായി പോകും. അപ്പൊ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് ഈ കുട്ടി വരാൻ തയ്യാറാവുന്നത് തന്നെ ഈ കടങ്ങൾ മനസ്സിൽ ഓർത്തോണ്ടാ. ഇതൊന്ന് തീർക്കണം, ഇതൊന്ന് തീർക്കുന്നത് വരെ അവിടെ താമസിക്കാം. അപ്പൊ 8ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ ആ കുട്ടിയെ ചേർത്താൽ കുട്ടി അടുത്തായിരിക്കും. അത് കഴിഞ്ഞ് നല്ലൊരു സ്കൂളിലോട്ട് അതിനെ ചേർക്കുമ്പോൾ അതിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെ കൂടും. അതിനകം ഈ കടങ്ങളൊക്കെ തീർക്കണം. തല പണയം വെച്ചാലും രണ്ടുപേരും ചേർന്ന് ഈ കടം തീർത്തേ ഒക്കൂ. കൂടപ്പിറപ്പാണെങ്കിൽ അവരുടെ ഒറ്റയ്ക്ക് വസ്തു വെച്ച് വാങ്ങിച്ചിരിക്കുന്നവർക്ക് 1.5 ലക്ഷം രൂപ നിസ്സാര തുകയല്ല, അതും കൊടുത്തേ പറ്റൂ. അതിപ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അടച്ചു പോട്ടെ, നിങ്ങളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത് ഈ പൈസയുടെ പേരിനി കണക്കും പറഞ്ഞ് കുഴപ്പമാക്കരുത്. മനസ്സിലായോ വിജേഷ്? ഇനി പറയരുത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, അതിനുവേണ്ടി വാങ്ങിച്ചതാ, മദ്രാസിൽ പോകാൻ വാങ്ങിച്ചതാ, ചൈനയിൽ പോകാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഈ 1.5 ലക്ഷം രൂപയ്ക്ക് എത്ര സെന്റ് വില എങ്ങനെ വരും അവിടെ? ഒറ്റയായിട്ട്. അല്ല ഇപ്പൊ സെന്റിന് എത്ര കിട്ടും അവിടെ? സെന്റിന് എന്ത് കിട്ടും? അവിടെ 40,000 രൂപ ആവശ്യം കിട്ടും. 40,000 രൂപ. അപ്പൊ ഈ 1.5 ലക്ഷത്തിനുള്ള വസ്തു ഇവർക്ക് എഴുതി കൊടുത്ത ആ കടം തീരത്തില്ലയോ? അങ്ങനെ അങ്ങ് തീർക്കുക. ബാക്കി വസ്തു അവിടെ കിടക്കട്ടെ. അങ്ങനെ എഴുതി കൊടുക്കാം മാഡം, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ എഴുതി ഞങ്ങൾ കൊടുക്കാം, ഈ കൊച്ചിന് കൊടുക്കാം. പക്ഷെ അവിടെ കിടക്കുന്ന വീടും സ്ഥലവും ഇവന്റെയും ഈ കൊച്ചിന്റെ ആ കൊച്ചിന്റെ ഈ 3 പേരുടെ പേരിൽ അത് എഴുതി വെച്ചേ പറ്റത്തുള്ളൂ. നാളെ ഇതിനെ ഇറക്കി വിടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും ഇങ്ങനെ ഇറങ്ങി ഓടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇവൾ അവിടെ തന്നെ ജീവിക്കട്ടെ. അതെ, ജീവിക്കട്ടെ. പക്ഷെ ഈ 3 പേരുടെയും കൂടെ പേരിൽ തുല്യ അവകാശം വെച്ചുകൊണ്ട് തുല്യ അവകാശം 3 പേരുടെ പേരിലും കൂടെ അത് പറയുന്നത് ശരിയല്ല. അത് പറയുന്നത് ശരിയല്ല. അവിടെ കിടക്കട്ടെ. അയാളുടെ പേരിലോ അവരുടെ പേരിലോ മോയുടെ പേരിലോ എഴുതണ്ട. ആ വസ്തു ഇയാൾ കടപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ വയ്ക്കാം. അല്ലാതെ ഇന്നാരുടെ പേരിൽ എഴുതി വെക്കാൻ പറയുന്നത് പേരിൽ എഴുതി വെക്കുന്നല്ല, കാലശേഷം ഞങ്ങൾക്ക് അവകാശപ്പെട്ടാന്ന് മാത്രം എഴുതി തന്നാൽ മതി. അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. അല്ല, അയാൾക്ക് ഒരു അസുഖം വരുന്നത്, ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് എന്തോ ചെയ്യും?
അങ്ങനെയുള്ളപ്പോ മഞ്ജുവിന്റെ വീതം മാത്രം വിട്ടിട്ട് നാളെ ഇവിടെ അവിടെ നേരത്തെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എവിടെ പോയി നിൽക്കും മേഡത്തില്ല. അത് കടപ്പെടുത്താനോ വിൽക്കാനോ സാധ്യമല്ലെന്നൊരു വ്യവസ്ഥയാണ് നമ്മൾ വെക്കുന്നത് ലിസി. ഇവർക്ക് അവകാശപ്പെട്ട അയാളുടെ സ്വത്തുക്കൾ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ട അതിന് മാറ്റമൊന്നുമില്ല. അത് വിൽക്കരുത്, യാതൊരു കാരണവശാലും അത് വിൽക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് എഴുതി. അങ്ങനെ ഒരു തീരുമാനം എഴുതി ഇവിടുന്ന് അവാർഡ് പാസ്സായി കഴിഞ്ഞാൽ അത് മറ്റേതിന് തന്നെ അന്നേരം ഈ 20 സെന്റ് സ്ഥലം വിറ്റിട്ട് ഈ 1.5 ലക്ഷം രൂപ കടം വീട്ടുക. 1.5 ലക്ഷത്തിന് എത്ര സെന്റ് വിൽക്കണം? അത് കൊടുത്ത് കടം തീർക്കാം. നടക്കത്തില്ല മേഡം, അത് നടക്കത്തില്ല. ഇവള് മേടിച്ച കട ഇവള് അടയ്ക്കട്ടെ, അവൻ മേടിച്ച കട അവിടെ അടയ്ക്കട്ടെ. അതാ 1.5 ലക്ഷം അല്ലേ വാങ്ങിച്ചേക്കുന്നത്. 1.5 ലക്ഷത്തിനുള്ള വസ്തു അവർക്ക് എഴുതി കൊടുക്ക്. നാളെ ഇവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ പെണ്ണെ ഇതുപോലെ തന്നെ അവിടെ നിന്ന് ഇറക്കി വിടാനാണെങ്കിൽ എനിക്ക് ഈ കാര്യത്തിനോട് ഒരു താല്പര്യവും ഇല്ല. അല്ല ലിസി, ഇറക്കി നമ്മള് നാളെ ഇറക്കി വിടാനല്ലല്ലോ ഇപ്പൊ ഒന്നിച്ച് വിടുന്നത്. ഇറക്കി വിടാനല്ല ഒന്നിച്ച് വിടുന്നത്. രണ്ടാമത്തെ കാര്യം അല്ല മേഡം, ഞാൻ പറയട്ടെ, ആ സ്ഥലം എന്റെ കൊച്ചിന്റെ അവകാശം വെച്ച് കാണിക്കാനല്ലേ പറയുന്നുള്ളൂ. കാരണം അതുപോലെ ഇവര് ഉപദ്രവിച്ചത് കൊണ്ട് മാത്രം ഞാൻ ആ ഒരു ചോദിക്കുന്നത്. കാരണം ഞാൻ ഇത്രയും നാൾ അവിടെ ജീവിച്ചത് വേലക്കാരി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പറയുന്നത്. നിങ്ങൾക്ക് 27 സെന്റ് ഉണ്ട്, അത് ഇതുപോലെ എഴുതി വെക്കുവോ? മനുഷ്യന്റെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പഠിക്കുക ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി എന്താ തീരുമാനം എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാനൊക്കത്തില്ല. ഇവിടെ നിന്നൊന്ന് പറയും, മനുഷ്യൻ എപ്പോ വേണേലും വാക്ക് മാറ്റാം, തീരുമാനം മാറ്റാം. ഞാൻ അതുകൊണ്ട് ഒരാടെ വ്യക്തിയുടെ പേരിൽ എഴുതാനല്ല പറഞ്ഞു, ഇവരുടെ 3 പേരുടെയും കൂടെ പേര് കാണിക്കാനാ പറഞ്ഞത്. ഇവര് 3 പേര് ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് മൊത്തത്തിൽ മേഡം ഒരു കാര്യം, ഇത് മൊത്തത്തിൽ കടം കയറി ജപ്തി ചെയ്തു പോവുകയാണെങ്കിൽ ഞാൻ ഇത്ര നാളും ഉണ്ടാക്കിയ എന്റെ കഷ്ടപ്പാട് ഇപ്പൊ കടം കയറി ജപ്തി ചെയ്യാതിരിക്കാനാ പറഞ്ഞത്, കടം തീർക്കാനാ. അതിലെ 5 സെന്റ് ഞങ്ങള് വെച്ച കടവല്ല. അതായത് കരങ്കട്ട് രസീത് 2 പേരാണ് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളുടെ പേരിൽ ഇന്ന് വരെ ഈ സ്ഥലത്തിന്റെ പേരിൽ എവിടെ നിന്നും ഒരു ലോൺ പോലും എടുത്തിട്ടില്ല. ഞങ്ങളുടെ പേര് മാത്രം അവിടെ ഇരിക്കുന്നുള്ളൂ. ബാങ്കിൽ 2 രേഖകളും കാണിച്ചാണ് ലോൺ എടുക്കുന്നത്. ഈ വിനേഷിനും കടമുണ്ട്. വിജേഷിന് കടമുള്ളതെന്ന് പറഞ്ഞാൽ JLG ഗ്രൂപ്പാണ്. അതിലൊന്നും ഈ സ്ഥലത്തിന്റെ യാതൊരു രേഖകളും ഇല്ല. അത് JLG അത് ബാങ്കിൽ നിന്ന് കിട്ടുന്നതാണ്. അത് എത്ര കടമുണ്ട്? അത് 50,000 രൂപയുള്ളൂ. അതിൽ ഞാൻ 2 പ്രാവശ്യം 1500 രൂപ വെച്ച് കൊടുത്തതാണ്. 50,000 രൂപയുള്ളൂ. അത് 1 ലക്ഷം രൂപ പറയുന്നത് പപ്പായുടെ കൂടെ കടവാ. ഈ ഇവരുടെ കടവും വഹിക്കണം. ഇവർ ഈ ലോൺ പപ്പയുടെ കടമെന്ന് പറയുന്നത് അത് പറഞ്ഞുതരാം സാറേ. ഞാൻ എന്റെ കാലിനളന്ന് 8 വർഷമായി. കാലിനളന്ന് കിടന്നുപോയി. കിടന്ന് എന്റെ കുറവൊക്കെ പൊട്ടിയായിരുന്നു. ആരും അന്വേഷിക്കാനില്ലായിരുന്നു എന്നെ. ഇവിടെ കിടന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ അങ്ങനെ ലോൺ എടുത്തു. അങ്ങനെ ലോൺ തന്നെ കാണുന്നതിലെ കടം മേടിച്ചു അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. കൊടുക്കാൻ ആരുമില്ല, പൈസ കൊടുക്കാൻ ആരുമില്ല. നിരന്തരം ആൾക്കാർ വീട്ടിൽ ചെല്ലും തുടങ്ങിയപ്പോൾ പിന്നെ പട്ടയം കൊണ്ടുപോയി പണയം വെച്ച് 1 ലക്ഷം രൂപ എടുത്ത് കടം വീട്ടിൽ ഞാൻ പശുവിനെ മേടിച്ചു. ആ പശു ഇപ്പോൾ ഈയിടെ ചത്തുപോയെന്ന് പറഞ്ഞാൽ 50,000 കൊടുത്ത് പശുവിനെ മേടിച്ചു. അത് ഈയിടെ ചത്തുപോയി. എന്തായാലും ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ ഉണ്ടോ? അല്ല, ഈ അച്ഛൻ കൊടുത്ത വസ്തു ഇല്ലയോ മോനുള്ളത്? ആണല്ലോ. അതിന് അങ്ങേക്ക് അവകാശം ഇല്ലയോ അങ്ങേർക്കുണ്ടായ കടം തീർക്കാന്? അപ്പൊ ആ കടം തീർക്കാന് നിങ്ങൾക്ക് ബാധ്യത ഇല്ലയോ? അച്ഛന് വേണ്ടി ചികിത്സയ്ക്ക് ചെലവായ കാശ് കൊടുക്കാൻ അച്ഛനാ വസ്തു തന്നേക്കുന്നത്. മേഡം അതിന്റെ 15,000 രൂപ അതിന്റെ ഞാൻ 1 ലക്ഷം എടുത്തത് 15,000 രൂപ മേടിച്ച മഞ്ജു ആയിരിക്കുന്നത്. 15,000 രൂപ 30-500 ഞാൻ കടമെടുത്തോട്ടെ, അടച്ചോട്ടെ. ഇവര് പെര വെച്ച ആ സ്ഥലത്ത് പെര വെച്ച സ്ഥലം ഈടായിട്ട് കാണിച്ച് അവർ 1 ലക്ഷം രൂപ എടുത്തു. ലോൺ വെച്ച ഇവരും കാശെടുത്തു. ആ പെര തന്നെ വിറ്റാ കിട്ടുകയില്ലാത്ത കടത്തിൽ ഇപ്പൊ ആ സ്ഥലം ഇപ്പൊ ഉണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇനി മുന്നോട്ട് പണിയാനും ആരോഗ്യമില്ല. എന്റെ കുഞ്ഞിന് ഞാൻ ഇത്രത്തോളം അധ്വാനിച്ച് ശരിക്കും കഷ്ടപ്പെട്ടാ ഞാൻ. ഈ കഷ്ടപ്പെട്ട മുതലെങ്കിലും എന്റെ കുഞ്ഞിന്റെ പേർക്ക് വേണം, ഒരു രേഖയായാലും വേണം. അതോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പുള്ളിക്കാരൻ വേറെ മാരേജ് ചെയ്യുമോ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ എന്റെ കുഞ്ഞ് വഴിയാധാരമാകില്ല. എനിക്ക് അതിനൊരു രേഖയാ വേണ്ടത്. അപ്പൊ ഇപ്പൊ അവര് ഇപ്പം നിങ്ങളുടെ മറ്റേ മകൻ തരത്തില്ലെന്നാ പറയുന്നത്. അവൻ പറയാൻ പൈസ അടയ്ക്കാന്നാ പറയുന്നത്. അടയ്ക്കാതെന്ന് പറയുമ്പോ അടയ്ക്കാത്ത മകൻ നിങ്ങൾ അവൻ മേടിച്ചിട്ടില്ല. ഇവര് വാങ്ങിച്ചിട്ടൊന്നുമില്ല പൈസ. ആ അച്ഛന്റെ ചികിത്സക്ക് നിങ്ങൾ 2 പേരും തുല്യമായിട്ട് ചെയ്യേണ്ടവരല്ലേ? അല്ലേ? 2 ആമക്കളുണ്ടെങ്കിൽ 2 പേരും തുല്യമായിട്ട് ചെയ്യണം. വിറ്റോളാൻ പറയുന്നത്. വീതം വിറ്റോളാം. അപ്പൊ അതാ വേണ്ടത്. അവന്റെ വീതം വിറ്റോളാന്നാ പറയുന്നത്. ആ 1 ലക്ഷം രൂപ ആര് കൊടുക്കുന്നു അവരുടെ പേരിൽ ആ വീതം എഴുതി വെക്കുക നിങ്ങള്. അതല്ലേ അതിന്റെ രീതി. പൈസ അടുത്തോളാന്നാ പറഞ്ഞത്. ഏത്? അവന്റെ വീതം ഉള്ളത് പൈസ അടുത്തോളാന്നാ. അപ്പൊ അതാ ചെയ്യേണ്ടത്. അതാ ചെയ്യേണ്ടത്. വീട് രക്ഷപ്പെടുത്തിയെടുക്കുക. ആ വീതം അയാളുടെ വീതം ഇല്ലേ, ആ വസ്തു അവരുടെ പേരിൽ തന്നെ കിടക്കട്ടെ, ഈ വസ്തു ഇയാളുടെ പേരിലും കിടക്കട്ടെ. എന്താ സംഭവിക്കാൻ പോന്നെ? എന്നാ അങ്ങനെ ഇരിക്കട്ടെ. എന്താ സംഭവിക്കാൻ പോന്നെ? അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കാനും കുഴപ്പമൊന്നുമില്ല. ഇപ്പം വിശ്വാസമല്ലേ എല്ലാ കാര്യങ്ങളും. അത്യാവശ്യം എന്റെ ഭർത്താവിന്റെ മകൾക്ക് എന്റെ കെട്ടിയവന് എന്റെ ഭർത്താവിന്റെ ഓഹരി മേടിച്ചൊരു രേഖ പോലും എന്റെ കുഞ്ഞിന്റെ പേർക്കാക്കി വെക്കാൻ പറ്റത്തില്ല എന്നുള്ളത് സാരം. കുട്ടിയുടെ പേരിലേക്ക് ഒരു അവകാശം എഴുതി വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയാണ്, എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണ് പൈസയ്ക്ക്, ഈ വസ്തു ഒന്ന് ഈട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വിറ്റ് മാറുമോ എന്തെങ്കിലും ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ കുട്ടി മേജർ ആവാതെ 18 വയസ്സ് കഴിയാതെ ഒരു ട്രാൻസാക്ഷൻ നടക്കില്ല. 18 വയസ്സായി കഴിഞ്ഞാൽ അതിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യാം. അന്നേരം അത് തടസ്സം വരും. കുട്ടി 18 വയസ്സായാൽ അതിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യാം. അച്ഛനും അമ്മയും പറഞ്ഞാൽ അത് കേൾക്കണമെന്നില്ല. മാത്രമല്ല അത് കൊണ്ടുവന്ന് നാളെ കേസ് കൊടുത്താൽ ഈ വിറ്റവരും വാങ്ങിച്ചവരും ഒക്കെ കൊടുക്കും. അത് പറയും എനിക്ക് അവകാശപ്പെട്ട ഈ ഭൂമി എന്റെ അറിവില്ലാതെ വിറ്റതാണെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതൊക്കെ നിയമപരമായിട്ട് ജില്ലാ കോടതിയുടെ അധികാരമില്ലാതെ കുഞ്ഞിന്റെ പേരും കുഞ്ഞുങ്ങളുടെ പേരിലുള്ള വസ്തു വിൽക്കാനോ കടപ്പെടുത്താനോ പറ്റത്തില്ല. ഈ വീടിന് വേണ്ടി നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്? സംഘത്തിൽ തന്നെ 3 രൂപയോളം എടുത്തിട്ടുണ്ട് വീടിന് വേണ്ടി. നിങ്ങൾ ഇതിന്റെ അകത്ത് ഒരു 5 സെന്റ് സ്ഥലം എന്തെങ്കിലും വിറ്റ് ഈ സംഘത്തിലെ എല്ലാத்தைയും കടം തീർത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മുഴുവൻ തീരും. ഇതിന്റെ അകത്ത് ഈ സാമ്പത്തിക പ്രശ്നം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന്റെ അകത്ത് മാനസികമായിട്ട് അതല്ല, ആ കടം തീർക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. അസൈൻഡ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് ഇറക്കി വിടും എന്ന് തോന്നിയെന്ന പോലെ അതേ സംശയം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. കുഞ്ഞിന്റെ പേര് വസ്തു എഴുതി വെച്ചിട്ട് കുഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോകാത്ത ഒരു കുഞ്ഞ് നാളെ ആ എന്ത് ചെയ്യാൻ പറ്റും? അമ്മയും കുഞ്ഞിനോടെ താമസിക്കാൻ അയാൾക്ക് താമസിക്കാനൊക്കെ അവസ്ഥ ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാ പറഞ്ഞത്, കൊച്ചിന്റെ പേരിൽ ഇപ്പൊ എഴുതി വെക്കണ്ട, 2 കൂട്ടരും എഴുതി വെക്കണ്ട. അതങ്ങനെ ഇരിക്കട്ടെ. ഇതെന്തായാലും കാലശേഷം എന്നും അവിടെ ചെന്നിട്ട് പിന്നെ ആടി വെച്ചാൽ ഇവിടെ ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല മാഡം. അല്ല, അതൊക്കെ നമ്മളിവിടെ അതാ എഴുതി വെച്ചാലൊന്നും പറ്റത്തില്ല. രണ്ടുപേരുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കണം. ഇവര് മനസ്സുകൊണ്ട് ഇപ്പൊ ഇവിടെ തീരുമാനിച്ചില്ലേ ചികിത്സയ്ക്ക് വിടുവാന്ന്, ചികിത്സയ്ക്ക് വിട്ട് നമുക്ക് അവനെ നന്നാക്കാൻ പറ്റുമോ നോക്ക്. ആ കാര്യത്തിന് വന്നാ മതി. കൊച്ചിന്റെ പേരിൽ എഴുതാൻ പറ്റത്തില്ല. ഇത് ഒത്തിരി നമ്മളിത് പറഞ്ഞു പേരിൽ എഴുതാമല്ലോ. ഇത് ഈ വസ്തു ഇവരുടെ പേരിൽ കിടപ്പുണ്ട്. ആ വസ്തു അയാളുടെ പേരിലും ഞാൻ കൊണ്ടുവന്ന സ്ത്രീധനവും ഈ പിന്നെ ഇത്രത്തോളം കടവും ഞാൻ പണിത് വീടിയിട്ടില്ല. അതിന് രേഖകളൊന്നും ഇല്ലല്ലോ. താമസിക്കുന്നു. അയാൾ സർവ്വ ചെലവും നിർവഹിച്ച് നിങ്ങളുടെ എന്റെ സർവ്വ ചെലവും ഞാൻ തന്നെയാ വഹിക്കുന്നത്. അല്ല, ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഞങ്ങൾ ചുമ്മാ ഇറക്കി വിട്ടതല്ല, ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത് ഇവിടെ കെട്ടിച്ചു വിട്ടതാ. ആ മുതലും കൊണ്ട് പോയി ഇത്രയും ചെയ്തിട്ട് ആ വീട് ഇവിടെ പേരില കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാൻ ആർക്കും പറ്റത്തുമില്ല, അത് നടക്കത്തുമില്ല. അയാൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഈ ട്രീറ്റ്മെന്റിന് തയ്യാറാണ്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അധ്വാനിച്ച് ഞാൻ കടമടച്ച് മുന്നോട്ട് പോകാം. അവൾക്ക് ജോലിക്ക് പോകാൻ വയ്യേ വേണ്ട, വീട്ടിൽ തയ്യൽ മെഷീനുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ നോക്കി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി അവൾ കഴിഞ്ഞോട്ടെ. കുഞ്ഞിനെ ദൂര സ്ഥലത്താക്കണ്ട, അടുത്ത സ്കൂളിലാണ് 8ാം ക്ലാസ് വരെ അവിടെ പഠിക്കട്ടെ. ഈ കടങ്ങൾ ഒരുവിധം തീർന്നു കഴിയുമ്പോൾ മറ്റൊരു വീട് വാടകയ്ക്ക് എടുത്താണ് മാറണമെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയ്ക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് മാറാം. എന്നിട്ട് ഇത് വെച്ച് ഇതൊക്കെ ചെയ്യാം. എല്ലാ കാര്യങ്ങളും അയാൾ സമ്മതിച്ചു. ഒന്നിച്ചാല് ഈ കടങ്ങൾ വലിയ പാടല്ല തീർക്കാൻ. അതെ, വസ്തു വിൽക്കുകയും വേണ്ട, ഈടുവെക്കുകയും വേണ്ട, അയാൾ ജോലി ചെയ്ത് തീർത്തോളും. നിങ്ങളുടെ ഈ അനിയത്തി ഇയാളുടെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹം. അങ്ങനെ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് അയാളുടെ കൂടെ പറഞ്ഞയക്കാൻ നോക്ക്. സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഇപ്പം മേഡം പറഞ്ഞ ഒരു സേഫ്റ്റി ആയിട്ടുള്ള കാര്യം, തൽക്കാലം ഇവരുടെ ഈ ചികിത്സയും ഈ ഒരു നല്ല കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് വരെ നിങ്ങളുടെ വസ്തു ആരുടെ പേരിലും എഴുതണ്ട. ഉള്ള 4 സെന്റ് വിറ്റ് ആ കടം തീർത്ത് അവരുടെ ബാധ്യത ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ പേരിൽ തന്നെ ഇരുന്നോട്ടെ, സേഫായിട്ട്. തൽക്കാലം ഒരുമിച്ച് താമസിക്കുമ്പം നിങ്ങളുടെ എന്ന് പറയുന്നത് അയാൾക്കും കുഞ്ഞിനും കൂടെ അവകാശപ്പെട്ടതാണ്. ഒരു രേഖയുമില്ല, പ്രൂഫും ഇല്ല, ഒന്നുമില്ല. ഇവര് ബാങ്കിൽ പോകുന്നു, 2 ബാങ്കിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരൊന്ന് 2 വീടും ഞാൻ അന്നേരം എടുത്തു ചോദിക്കുന്നു, സാറേ ഈ 2 വീടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 2 വീട് ഈ വീടും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ലോൺ അനുവദിച്ചേക്കുന്നതെന്ന് ജില്ലാ ബാങ്കിലെ മാനേജർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ ആരാ? നമുക്ക് 3 സെന്റ് സ്ഥലം, എനിക്ക് ഞങ്ങളുടെ അച്ഛൻ 3 സെന്റ് സ്ഥലം എഴുതി തരുന്നത്, അതിന് പെർമിറ്റ് തരുന്നത് വില്ലേജിൽ നിന്നാണ് എടുത്ത് തരുന്നത്. അല്ല വിജേഷിന് പിന്നെ ഇത് പട്ടയം പേരിലാക്കുന്ന പറഞ്ഞാൽ പപ്പ തന്നിട്ടില്ല, എൻ്റെ കാലശേഷം തന്നേക്കാന്നാ പറഞ്ഞത്. പിന്നെ ഇത് പ്രൂഫ് വേണം, ഞാൻ എവിടെ പോയി പ്രൂഫ് എഴുതി തന്നാൽ പട്ടയം പേരില്ല, എൻ്റെ ഉണ്ട്. ഇപ്പൊ നിലവിൽ എന്റെ റിക്കാർഡിക്കലായിട്ട് മൊത്തം കിടക്കുന്നത് ലോൺ എടുത്ത ആരുടെ പേരില? എന്റെ പേരിലാണ് പ്രൂഫ് മൊത്തം കിടക്കുന്നത്, എന്റെ പേരിലാണ്. അപ്പൊ ആ വീടിന്റെ അവകാശം അയാൾക്കല്ലയോ? പിന്നെ ഇതിൽ കൂടെ എന്നാ തെളിവാണ്? അന്നേരം ഈ ബാങ്കിന്റെ ലോൺ ജപ്തി ഇപ്പൊ നോട്ടീസ് 2 എണ്ണം വന്നെന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. ആ വസ്തു 3 സെന്റ് സ്ഥലം തിരിച്ചിട്ട് ജപ്തി ചെയ്ത് പോയാലും പോവുള്ളൂ. ഇപ്പോഴും പറയാം, 3 സെന്റ് പെർമിറ്റ് 3 സെന്റ് സ്ഥലത്തിന് പെർമിറ്റ് കിട്ടുന്നുണ്ട്, വില്ലേജിൽ നിന്ന് പെർമിറ്റ് തരുന്നത്. ആ 3 സെന്റ് സ്ഥലം ഒഴിവാക്കിയിട്ട് ജപ്തി ചെയ്താലും പോലെ എന്റെ അപ്പന്റെ മുതലാ പോയാലും 3 സെന്റ് സ്ഥലം പോകത്തില്ല. നിങ്ങളുടെ വീട്ടിൽ വരത്തുമില്ല. പോരെ ഇതിപ്പം അവിടെ മഞ്ജു നിങ്ങൾ അന്വേഷിച്ചാലും ഇത് തന്നെ അവർ പറഞ്ഞു തരും, ഇന്നതുപോലെയാണെന്ന് പറഞ്ഞു തരും. ആ വസ്തു എന്തായാലും നിങ്ങൾ ആ പെരയിടത്ത് താമസിക്കുമ്പോൾ, ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പം നിങ്ങളെ ഇറക്കി വിടാൻ പറഞ്ഞാൽ അയാൾക്ക് അവകാശമില്ല. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ആ കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റും. ആ നിയമം നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങളെ ഇറക്കി വിടാൻ അയാൾക്ക് അവകാശമില്ല, പോവാൻ പാടില്ല. നിങ്ങൾക്ക് അതിനുള്ള സംരക്ഷണം കിട്ടും. ഞാൻ ഇറക്കത്തില്ല, എൻ്റെ കുഞ്ഞിന് എൻ്റെ ഇതും അവകാശപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ട് മറ്റൊരു വീടെടുത്ത് തന്നെ താമസിപ്പിക്ക്.
എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതൊക്കെ നിയമത്തിലുള്ളതാണ്. നിങ്ങൾ പോവുകയോ വേണ്ട, ഇറങ്ങി നിങ്ങൾ പോകരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കടം തീർക്കുന്നത് വരെ, അത് ഞാനൊരു കാലാവധി ഞാൻ പറഞ്ഞു മഞ്ജുവിനോട്, ഈ ഒരു കാലയളവിലുള്ള നോക്ക്, അത് കഴിഞ്ഞ് ഈ ലോകം ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഇതിന് മാറ്റമൊന്നും വരത്തില്ല. അന്ന് നമുക്ക് വീണ്ടും സംസാരിക്കാം. അയാൾ അത് എല്ലാ കാര്യങ്ങളും അയാളും അയാളുടെ ബന്ധുക്കളും എല്ലാം സമ്മതിച്ചിട്ടാണ് മഞ്ജുവിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചത്. ഇതിനകത്ത് ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്. ആ കുഞ്ഞിൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മേഡം പറഞ്ഞത് നിങ്ങളുടെ വസ്തു ഇപ്പോൾ ആരുടെ പേരിലും എഴുതണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കും തന്നെയുള്ള സംശയം ഇനി അത് ഇയാളുടെ പേരിലും നിങ്ങളുടെ പേരിലും ആക്കിയാൽ സ്നേഹമായിട്ടോ അല്ലാതെയോ നിങ്ങളെ നിർബന്ധിച്ച് വേറെ എവിടെയെങ്കിലും ലോണിനോ കാര്യമൊക്കെ ഇപ്പോൾ കൊടുക്കാൻ നിൽക്കണ്ട. അത് നിങ്ങളുടെ പേരിലായിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് തൽക്കാലമുള്ള ആ ചേച്ചിയുടെ കടം ഒരു 4 സെന്റ് വിറ്റ് അങ്ങ് വീട്ടിലേക്ക് നിങ്ങളുടെ ആ ബാധ്യത ഒഴിവാക്കി കിട്ടും. നാളെ അവിടെ ഒരു വില വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണ്ടേ? ആ ഒറ്റയും വെച്ചോണ്ട് അങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കി ഫ്രീ ആക്കി ആ പ്രമാണം അവിടെ ഇരിക്കട്ടെ. അതിനെ ഇപ്പം ശല്യം ചെയ്യാൻ നിൽക്കണ്ട. നാളെ നിങ്ങൾ സ്വാഭാവികമായിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ അവകാശപ്പെട്ട അതിന് മാറ്റമൊന്നുമില്ല. തൽക്കാലം അങ്ങനെയുള്ള ബാധ്യതയിൽ പോണ്ട. ഈ കടം ഇയാൾ അടയ്ക്കട്ടെ. സംഘത്തിലുള്ള ഈ ലോണിന്റെ കടവും കാര്യങ്ങളും അടച്ച് അത് വെക്കട്ടെ. അല്ല, അത് അച്ഛൻ അടച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ വസ്തു വിറ്റ് ലോൺ ചെയ്യാൻ തയ്യാറായി. എന്തായാലും ഈ 3 സെന്റ് മാത്രം അല്ലല്ലോ വിജേഷിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ നിന്ന് കുറച്ചുകൂടെ എടുത്ത് ഈ കടം അങ്ങ് തീർക്കണം സാർ. തീർത്തിട്ട് ആ പ്രമാണം വാങ്ങിച്ച സാർക്ക് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മനസ്സിലായോ? എന്തായാലും കുറച്ചുകൂടെ കൊടുക്കണം. നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ 2 മക്കൾക്കും ഉള്ളതാ. നിങ്ങളുടെ ഇളയ മോൻ എന്ന് പറഞ്ഞ വലിയ ഉത്തരവാദിത്വം ഇളയ ഏറ്റെടുക്കുന്നില്ല. ഇപ്പൊ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കടം അയാൾക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോ ഇപ്പൊ കുറച്ച് ശകലം വസ്തുക്കളും കൂടെ ഇത് വിൽക്കുമ്പോൾ, നിങ്ങളുടെ കടം തീർക്കാൻ വിൽക്കുമ്പോൾ കുറച്ച് വസ്തുവും കൂടെ വിറ്റിട്ട് ഈ സംഘത്തിലെ കടം തീർത്തിട്ട് ആ പ്രമാണം വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ വെക്കണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോ ഈ 2 ഭാഗത്തെയും കടബാധ്യത തീരും. അവർക്കുള്ള ബാക്കി 17 സെന്റ് അവരുടെ കയ്യിലിരിക്കും. അതെ, ആ കടം തീർത്തിട്ട് രണ്ടുപേരും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. ഈ വലിയ കടം തീർന്നു കഴിയുമ്പോൾ ഒരുവിധം മനസ്സിലൊരു ആശ്വാസം വരും. ബാക്കിയുള്ള ചെറിയ ചെറിയ കടങ്ങൾ നിങ്ങൾ തീർക്കുക. നിങ്ങൾ തന്നെ ഉത്തരവാദപ്പെട്ട് തീർക്കുക. ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക. അവരെ കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്ത് നിങ്ങൾക്ക് വലിയ ശല്യം ഇല്ലാതെ കാര്യങ്ങൾ നീക്കുക. എന്ത് പറയുന്നു ലിസി? എനിക്കിനി ഇതിലൊന്നും പറഞ്ഞില്ല. ശരി, അപ്പം ഇതാണ് തീരുമാനം. പിന്നെ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് അത് വേണ്ടുന്ന രീതിയിൽ ഏത് ഹോസ്പിറ്റലാന്നൊക്കെ ഇവിടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു തരും. അവിടെ പോയി ആ കാര്യങ്ങൾ നിൽക്കുക. മഞ്ജു വരും. നിങ്ങളെ ഒരു കുഞ്ഞിന്റെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു പരിഗണനയിൽ എല്ലാം ചെയ്യും നിങ്ങൾ നേരെ ആകുന്നത് വരെ. അതിനുശേഷം വരെ സ്നേഹമായിട്ട് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും. പക്ഷെ പപ്പായ്ക്ക് ഞങ്ങളുടെ പേർക്കൊന്നും തരാൻ പറ്റത്തില്ല. പപ്പായൊക്കെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ലോണുകൾ എടുക്കും, മേടിക്കും. പക്ഷെ ഞാൻ അവിടുന്ന് എവിടെയെങ്കിലും ചെന്ന് ഇതൊന്നും പേരിൽ എഴുതി വെക്കാൻ കോൺഗ്രസ് പാർട്ടിക്കാർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, പള്ളിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞു, അവന്റെ പേർക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറ്റത്തില്ല. അനിയനും കൊണ്ടുപോയി കരംകെട്ട് രസീത് വെച്ച് അവനും തത്ത കളിക്കും, നിങ്ങളും കൊണ്ടുപോയി വെക്കും. ഞാൻ എവിടെയാലും ഒരു ലോണിന് ചെന്ന കരംകെട്ട് രസീതും ഇല്ല, ഒന്നുമില്ല. എൻ്റെ കയ്യിലുള്ള മുതലും ഞാൻ അധ്വാനിക്കുന്നതും കൊടുത്ത് ഈ വീടിനും ഈ നിങ്ങളുടെ എൻ്റെ ഭർത്താവായിട്ട് വന്നിരിക്കുന്ന ഈ മകനും ചെലവിനും കൊടുത്തോണം, നോക്കിക്കണം. ഞാൻ കൊണ്ടുപോയ സ്ത്രീധനവും ഇല്ല, മുതലും ഇല്ല, കഷ്ടപ്പെട്ടതും ഇല്ല, ഒന്നുമില്ല. ഞാൻ വെറും കില്ലപ്പട്ടിയ. ഒരു കടത്തിന് അവിടെ 3 സെന്റ് സ്ഥലം വിറ്റ് അവൾ ഉണ്ടാക്കിയ കടവും പിടിച്ചോണം. കാരണം ഞാൻ എന്റെ പറമ്പിൽ കൊണ്ട് വെച്ചിരിക്കാൻ എന്റെ കൂടെ തീരുമാനം. അതൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, അവരെ കമ്പലിൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. പോട്ടെ, സമാനസാല രണ്ടുപേർക്കും തീർക്കാൻ പറ്റുന്നുണ്ട്. ആരെയും അവർക്ക് നീതിപൂർവമായ ഒരു തീരുമാനം കിട്ടത്തില്ലെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പല വഴികൾ തുറന്നു തന്നു. അതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ കോടതികളിൽ പോകുമ്പോൾ ദിവസങ്ങളും അല്ല, അത് മാഡം ഇനി പറയണ്ട. അവർക്ക് സാറ്റിസ്ഫൈഡ്. നിങ്ങൾ പറഞ്ഞതുപോലെ കുട്ടിയെ വിജേഷിന്റെ കാണാനും മറ്റുള്ള അതിനൊന്നും പോകണ്ട, ഒന്നും പോകണ്ട. അവരുടെ വഴിക്ക് പോയിക്കോട്ടെ. അല്ല, അവർ കൊണ്ടുപോക്കണം പറഞ്ഞു. കുട്ടിയെ ചോദിച്ചാൽ കൊണ്ടുപോക്കണം അവർ പറയുന്നത്. അല്ല, അത് വേണ്ട, അത് നമ്മൾ പറയണ്ട. ഞങ്ങളെ കേരള ഹൈക്കോടതിയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, ഈ പാനലുണ്ടല്ലോ. അല്ല, അപ്പം നമ്മൾ പറയുന്ന തീരുമാനങ്ങൾ ഇപ്പൊ ഇത് നടപ്പിലാക്കാൻ ആരുടെ പേരിലും വസ്തുക്കൾ എഴുതി വെക്കാൻ ഈ അവസ്ഥയിൽ അത് ശരിയല്ല എന്നുള്ളതാണ് കോടതിയുടെ അഭിപ്രായം. വിജേഷിന്റെ അച്ഛൻ വിജേഷിന്റെ പേരിൽ അത് എഴുതി വെക്കുന്ന അദ്ദേഹത്തിന്റെ താല്പര്യം. പക്ഷെ അത് മറ്റൊരാളുടെ പേരിൽ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആയിട്ടുള്ള സമയമായിട്ടില്ല. നിങ്ങളുടെ ചികിത്സ കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും സ്നേഹമായിട്ടിരിക്കുന്ന സമയത്ത് അത് എടുക്കേണ്ട തീരുമാനങ്ങളാണത്. നിങ്ങളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. ആ ട്രീറ്റ്മെന്റിന് വേണ്ട സഹകരണം മഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതെന്ന് മാത്രമേ നമുക്കിവിടെ തീർപ്പാക്കാൻ നിർവാഹമുള്ളൂ. കേസുകൾ പിൻവലിക്കുന്നു. അതിന് തയ്യാറാണോ? മാഡം, പിന്നെ ഞാൻ കൊണ്ടുപോയ എഴുതി വെക്കാതെ കേസ് പിൻവലിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ശരിയാത്തില്ല. അല്ല, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
കുറേശ്ശെ നിങ്ങൾ കൊണ്ടുപോയ ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ അയാൾ വാങ്ങിച്ചു തരുമൊക്കെ ചെയ്യും. സ്നേഹമായിട്ട് മുമ്പോട്ട് പോകുമ്പം വേറെ ആർക്കും അയാൾ കൊടുക്കുക. അയാൾ മദ്യപിക്കാതിരിക്കുമ്പം പിന്നൊരു ചിലവ് അയാൾക്കില്ല, വേറെ ആർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അത് മഞ്ജുവിന് അറിയാമല്ലോ. അയാൾ മദ്യപിക്കാൻ വേണ്ടിയാണ് ഈ കാശ് എടുത്തുകൊണ്ട് പോകുന്നത്. ചികിത്സ കഴിയുമ്പോൾ അതിൽ നിന്ന് അത് മാറും. സ്വാഭാവികമായിട്ടും അയാൾ വരുന്ന അയാളുടെ ശമ്പളവും കാര്യങ്ങളും മഞ്ജുവിനെ അറിയിക്കണം, മഞ്ജുവിനെ ഏൽപ്പിക്കുകയും വേണം. ഒന്നിച്ച് നിന്ന് കടങ്ങളും തീർക്കണം, മറ്റു കാര്യങ്ങളും ചെയ്യുക. അതുപോലെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ രണ്ടുപേർക്കും തുല്യാവകാശമുണ്ട്. രണ്ടുപേരും കുഞ്ഞിനെ കാണാനും, അച്ഛനെ പോയി കാണണം, അമ്മയ്ക്ക് പോയി കാണണം, ആ കുഞ്ഞിനെ സന്തോഷമായിട്ട് നോക്കാനുള്ളൊരു വ്യവസ്ഥ. അങ്ങനെയുള്ളൂ മേഡം. വസ്തു ഒന്നും മാറുന്ന സംഗതികളൊന്നും തൽക്കാലം ഇപ്പം അത് ചിന്തിക്കുന്നില്ല. അവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം പറയണം. വിശ്വാസം ഉണ്ടോ മഞ്ജു? അത് പറയുക. കാരണം മഞ്ജു അല്ല, ലിസി നടക്കിരിക്കുന്നവരാ പറഞ്ഞത്. അതിലിപ്പോ ഞാൻ എന്നാ പറയണേ, ഇവരല്ലേ ജീവിക്കുന്നത്, എന്നെ പറയേണ്ട എന്റെ കെട്ടിയവനെ ഞാൻ ഭാര്യയാണ്, എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞിനെ സേഫ്റ്റി ചെയ്യണം എന്നുള്ള ചിന്ത ഇതുവരെ വന്നിട്ടില്ല. അതല്ല ഇവിടെ വരാത്തതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് വിജേഷ്. ഞാൻ വേണമെങ്കിൽ എന്റെ വസ്തു ഞാൻ എഴുതി വെച്ചുതരാം, മൊത്തത്തിൽ വീടും വസ്തു എഴുതി കൊടുക്കാവുന്ന പറച്ചിലല്ലാതെ രേഖാമൂലം കാണിക്കുന്നത് എഴുതി വെച്ചേക്കട്ടെ. ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പോടാനും കൂടി ആൾക്കാർ കാണുന്ന തെളിവ് എന്നെ കൊണ്ട് തരാൻ പറ്റും. നീ നിന്റെ കേസ് അതുകൊണ്ട് തീർത്ത് വിട്ടാണ്. ഇതിപ്പം അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ആ കടം, സംഘത്തിലെ കടവും തീർത്ത്, ആ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു വസ്തുവും കൂടി എടുത്ത് ഇതിന്റെ കടവും തീർത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് ചികിത്സയും കഴിഞ്ഞ് ഇവർ ഒന്നിച്ച് സന്തോഷമായിട്ട് താമസിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരുമ്പോ ആ വസ്തു എന്താണ് ഭാഗം വെച്ച് ചെയ്യേണ്ടതെന്നുള്ള അപ്പൊ നടക്കും മേഡം. അത് അപ്പോഴത്തെ കാര്യം. ഈ കടം രണ്ടും തീർക്കുന്ന കാര്യം ഇപ്പൊ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മേഡം പറഞ്ഞ പോലെ 4 സെന്റ് അല്ലേ മാഡത്തിന്റെ വസ്തു എന്ത് ചെയ്യണമെന്ന് അവരവർക്ക് അധികാരമുണ്ട്. അവര് പറയുന്ന അങ്ങനെ പറയുന്നതിൽ അവർക്ക് വിശ്വാസം ഇല്ല. അല്ല, വിശ്വാസം അവര് കടം തീർക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമല്ലേ സംഘത്തില്? അവര് കടം തീർത്തിട്ട് അവര് സ്ഥലം എഴുതുവോ എഴുതാതിരിക്കോ, ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കട്ടെ. ജീവിച്ച് ആ അച്ഛനും ഇവര് നന്നായിട്ട് ജീവിക്കുന്നെന്ന് ബോധ്യപ്പെടുമ്പോ അവര് സ്ഥലം എഴുതി കൊടുക്കട്ടെ, ഞങ്ങളും അന്നേരം സ്ഥലം എഴുതി കൊടുക്കാം. അത്രയും കേസേ ഉള്ളൂ. ആർക്ക് എഴുതി കൊടുക്കാം? എന്റെ അനിയത്തിയുടെ പേരിലെ സ്ഥലം എന്റെ അനിയത്തിക്കും, അവര് പപ്പ കൊടുക്കേണ്ട സ്ഥലം മകനും കൊടുത്തോട്ടെ. അത്രേ പറയത്തുള്ളൂ. ശരി. പക്ഷേ ആദ്യം നമ്മൾ ഈ കടം രണ്ടും തീർക്കാനാ പറയുന്നത്. കടം തീർക്കാനാ. കടം ഇട്ടോണ്ട് നമ്മൾ ജീവിക്കണ്ട. കടം പെരുകത്തേ ഉള്ളൂ. ആണോ? മനസ്സിന് സ്വസ്ഥത കിട്ടത്തില്ല. പിന്നെ ഒരു കടം കിടക്കുന്ന എപ്പോഴും ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് രണ്ടുപേരും അച്ഛൻ വിറ്റ് അവരുടെ കടം തീർക്കട്ടെ, ഇവരുടെ കുറച്ച് വിറ്റ് 4 സെന്റ് വിറ്റ് ആ കടവും തീർക്കട്ടെ. ബാധ്യത തീർന്നില്ലയോ? മനസ്സിന് സ്വസ്ഥതയായില്ലയോ? പിന്നെ അവര് ഇയാളുടെ ഡ്രങ്കൺ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിക്കട്ടെ. കുഞ്ഞിനെ ഇപ്പോഴും ഹോസ്റ്റലിൽ നിൽക്കട്ടെ. രണ്ടുപേരും ഇനി അടുത്ത ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒത്തിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ചേർക്കാം. നമ്മൾ ആരും ഇടപെടണ്ട. അവർ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിലെ തീരുമാനം എടുക്കാൻ അവർ തന്നെ മതി. അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇരിക്കുന്നവർ വേണ്ട. വേണോ? ഇത് തന്നെ പറഞ്ഞോളൂ ഇവിടെ. പിന്നെ ഇപ്പം ഈ പറഞ്ഞതിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട് മേഡം. ഒരേ ഒരു കാര്യം, പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ സംഘത്തിലെ കടം മഞ്ജു അടക്കണമെന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇല്ല, ഞാൻ പറയാണ്, മഞ്ജുവിന്റെ സ്ഥലം വിറ്റ് എന്റെ കടം വീട്ടുമ്പോ വിജീഷ് സംഘത്തിലെ കടം വീട്ടിക്കോട്ടെ. അല്ല, വിജീഷ് അല്ലല്ലോ അച്ഛനാ കടം വീട്ടുന്നത്. ആരെങ്കിലും വീട്ടിക്കോട്ടെ. പിന്നെ കൊച്ചു ഈ 2 കടമുണ്ട്. അച്ഛൻ എടുത്ത കടമുണ്ട്, വിജീഷ് എടുത്ത കടമുണ്ട്. അത് രണ്ടും അച്ഛൻ വീട്ടുമെന്നാ പറഞ്ഞത്. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ എഴുതത്തുള്ളൂ. 3 പേരും പറയണം. എനിക്ക് വിശ്വാസമുണ്ട്, എഴുതിക്കും. ലിസി എന്താ പറയുന്നത്? എനിക്ക് വിശ്വാസമുണ്ട്. കോടതി ഒന്നും ഞാൻ ധിക്കരിച്ചിട്ടില്ല. കോടതി എനിക്ക് വിശ്വാസമുണ്ട്. മഞ്ജു എന്താ പറയുന്നത്? എഴുതുകയാണേ. മഞ്ജു എന്താ പറയുന്നത്? സമ്മതമാണെങ്കിൽ മാത്രമേ എഴുതത്തുള്ളൂ. നിങ്ങളെ ആരെയും പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് ഒരു തീരുമാനം ഇവിടെ എടുക്കത്തില്ല. ഇതിപ്പോ എഴുതുവാണ് മേഡം. കേസുകൾ പിൻവലിക്കണം. തമ്മിൽ അങ്ങോട്ടും കൊടുത്തിട്ടുള്ള കേസുകൾ ഇന്ന് വരെ കൊടുത്തിട്ടുള്ളതല്ല പിൻവലിക്കണം. 2 കൂട്ടരും ഏതൊക്കെ എവിടെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം പിൻവലിക്കണം. ഇവള് ഒരിടത്തും കൊണ്ടു കൊടുത്തിട്ടില്ല. പിന്നെ ഏതോ കോടതി കൊടുത്തെന്ന് പറഞ്ഞു. ഈ വിജേഷ് തന്നെ വണ്ടമേട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് ഇവളെ വിളിപ്പിച്ചു വണ്ടമേട്ടിലോട്ട്. ഇവളിപ്പോ അതെല്ലാം കഴിഞ്ഞ ഒരു വക്കീലിനെ പോയേ ഇവള് കണ്ടുള്ളൂ. പൈസ അടയ്ക്കാത്തതിന്റെ പേര് അല്ലാതെ ഒരു സ്ഥലത്തും കൊണ്ടു കൊടുത്തിട്ടില്ല. ശരി. പരസ്പരം പിന്നെ ആരെയും തന്നെ ചീത്ത പറയാനോ മനോവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാനോ 2 കൂട്ടരും ആരും പോകത്തില്ല. ഒരു കാരണവശാലും വിജേഷ് ഈ കുട്ടിയെ ശാരീരികമായിട്ട് മാനസികമായിട്ടോ പീഡിപ്പിക്കാൻ പാടില്ല. ഇരുകക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ താഴെ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം തീരുമാനമായിരിക്കുന്നു. 1. പരാതിക്കാരൻ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് ഇന്നു മുതൽ 10 ദിവസത്തിനകം പോകാമെന്നും എതിർകക്ഷി മഞ്ജു ആയതിന് സഹകരിക്കാമെന്നും പരസ്പരം സമ്മതിച്ചിരിക്കുന്നു. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് ശേഷം ഇരുകക്ഷികളും ഭാര്യാഭർത്താക്കന്മാരായി ഹർജിക്കാരന്റെ വക വീട്ടിൽ താമസിക്കുന്നതാണെന്നും തീരുമാനിച്ചിരിക്കുന്നു. രവികുമാറിന്റെയും മഞ്ജുവിന്റെയും മകൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ ഈ അധ്യയന വർഷം തുടർന്ന് പഠിക്കുന്നതും അടുത്ത അധ്യയന വർഷം ഏത് സ്കൂളിൽ പഠിക്കണമെന്ന കാര്യം ഇരുകൂട്ടരും യോജിച്ച് തീരുമാനമെടുക്കുന്നതുമാണ്.
പരാതിക്കാരനോ മേൽപ്പടിയാന്റെ മാതാപിതാക്കളോ കുട്ടിയെ സ്കൂളിൽ പോയി ചെന്ന് കാണുന്നതിന് എതിർകക്ഷികൾക്ക് ആക്ഷേപമില്ലാത്തതാണ്. പരാതിക്കാരന്റെ പിതാവിന്റെ പേരിലുള്ള ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിലുള്ള കടവും പരാതിക്കാരന്റെ പേരിലുള്ള PDS സൊസൈറ്റി കട്ടപ്പന ബ്രാഞ്ചിലുള്ള കടവും മേൽപ്പടിയാന്റെ പിതാവ് അടച്ചു തീർക്കാനും സമ്മതിച്ചിരിക്കുന്നു. മഞ്ജുവിന്റെ സഹോദരി ജൈനമ്മയ്ക്ക് കൊടുത്തു തീർക്കുവാനുള്ള കടം 1,50,000 രൂപ കൊടുത്തു തീർക്കുന്നതിലേക്ക് വസ്തുവായോ തുകയായോ കൊടുത്തു തീർക്കാമെന്ന് മഞ്ജു സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും മണിക്കൂറുകൾ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ ഒരുവിധം നമ്മുടെ വിജേഷും മഞ്ജുവും ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചു എന്നോണം പറയാൻ. രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ബന്ധുക്കളും ഒക്കെ എല്ലാവർക്കും അവരൊരുമിച്ച് ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹമുള്ളവരാണ്. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ നിന്ന് പറഞ്ഞത് ആരാണോ എന്തോ അദ്ദേഹം വളരെയധികം വിഷമിക്കും. സമ്പത്താണ് അഖിലസാര മൂഴി, അത് കഴിഞ്ഞേ ഉള്ളൂ സ്നേഹം എന്ന് തോന്നും ചില കഥകളും കാര്യങ്ങളും കാണും. അപ്പോൾ ബന്ധങ്ങളാണ് ഏറ്റവും വലുത്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമുക്കൊന്ന് വയ്യാതെ വന്നാലോ നമുക്കൊരാവശ്യം വന്നാലോ നമുക്ക് സഹായിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ കുറേ വൈകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തു തന്നെയായാലും ആ ഒരു പെൺകുഞ്ഞിന് വേണ്ടി കുറേ കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറായതിൽ അവരോടും അവരുടെ ബന്ധുക്കളോടും ഞങ്ങൾക്ക് അങ്ങേയറ്റം പാനലിലും ഞങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടുള്ളവരുടെ ജീവിതത്തിൽ ഈ സമാധാനവും സന്തോഷവും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാൻ ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.